റഫീഖ്, അല്പസമയം മുമ്പ് നമ്മൾ പുറത്തുവിട്ടതാണ് അനീഷ് ജോസഫിന്റെ ഈ ടെലിബൈറ്റ്. ഇപ്പോൾ ബെന്നി 15 ലക്ഷം രൂപയും അനീഷ് ജോസഫിന് കൊടുത്ത് കാര്യങ്ങൾ തീർപ്പാക്കിക്കൊള്ളാം എന്ന് പറയുന്നു. അനീഷ് ജോസഫ് തന്നെ വിളിച്ച് നമ്മളുടെ പ്രതിനിധി സാനിയോട് പറയുന്നു ആ പരാതി പിൻവലിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ സമരം ചെയ്യുന്ന ഓരോ വിഷയത്തിലും ഇതേപോലെ സെറ്റിൽമെന്റുകൾ ഇപ്പോൾ നടക്കുകയാണോ റഫീഖ്? അങ്ങനെ വന്നാൽ ഈ സമരം അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും എല്ലാ കേസുകളും ഇവർ ഒത്തുതീർപ്പാക്കുമോ? അല്ല, ഇതുപോലെയുള്ള വലിയ രൂപത്തിലുള്ള തീവട്ടിക്കൊള്ള നടത്തിയിട്ട് അത് തിരിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലല്ലോ. അഴിമതി അല്ലെങ്കിൽ വലിയ തട്ടിപ്പ് ഇല്ലാതായി മാറുന്നില്ലല്ലോ. ഇത് നമ്മളൊരു സ്ഥാപനത്തിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കൈപ്പറ്റിയിട്ടുള്ള പണമാണ്. അതിൽ ആരൊക്കെയാണ് പങ്കുചേർന്നിട്ടുള്ളത്? MLA ഉൾപ്പെടെയുള്ള ആളുകൾ, ഒരു മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള MLA, കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ തീവട്ടിക്കൊള്ളയാണ്. അതിന് പണം തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട്, പരാതികൾ വരുമ്പോൾ പണം തിരിച്ചു കൊടുത്ത് ഒതുക്കി തീർത്തത് കൊണ്ട് ആ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നില്ല. ഇത് മാത്രമല്ല, ഇത്തരം അഴിമതിയുടെ ഭാഗമായി 2 ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുക? ഒരു കുടുംബത്തിന്റെ അനുഭവിക്കുന്ന പ്രയാസം അതെങ്ങനെയാണ് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുക? NM വിജയൻ എന്ന് പറയുന്ന 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരനായ മകനെയും ചേർത്ത് മരിച്ചിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് അത് ഇവർ തിരിച്ചു കൊടുക്കുക? അപ്പം വളരെ ഗൗരവമായ വിഷയമായി തന്നെയാണ് CPIM ഇതിനെ കാണുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രക്ഷോഭങ്ങളുമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. താങ്ക് യു ശ്രീ റഫീഖ്. റഫീഖാണ് ഇപ്പോൾ പ്രതികരിച്ചത്. 15 ലക്ഷം രൂപ കൊടുക്കാനുള്ള പണം ഇതാ ഇപ്പോൾ ബെന്നി തിരിച്ചു കൊടുക്കാമെന്ന് അനീഷ് ജോസഫിനോട് പറഞ്ഞിരിക്കുന്നു. അനീഷ് ജോസഫ് റിപ്പോർട്ടറിനോട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ സെറ്റിൽമെന്റുകൾ ഓരോ ഭാഗത്തുനിന്നായി തുടങ്ങുന്നു.